പത്തനംതിട്ട ചിറ്റാറിൽ കോഴിക്കോട്ടിൽ പെരുമ്പാമ്പ് കുടുങ്ങി. വനപാലകർ ഉടൻ എത്തുമെന്നറിയുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, കോഴിക്കോട്ടിലെ പെരുമ്പാമ്പിൻ്റെ കഥ പറയും. ഇന്ന് രാവിലെ വീട്ടുകാർ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ്, ഈ കോഴിക്കോട്ടിലേക്ക് നോക്കുമ്പോഴാണ് പെരുമ്പാമ്പ് ഒരു കോഴിയെ വിഴുങ്ങി കിടക്കുന്നത് കാണുന്നത്. പെരുമ്പാമ്പിന് എങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. ഈ കോഴിയെ പൂർണ്ണമായി വിഴുങ്ങിയിട്ട് അവിടെ കിടക്കുകയാണ്. ഈ മേഖല ചിറ്റാർന്ന് ഒക്കെ പറഞ്ഞാൽ ഒരു വനപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണ്. സ്വാഭാവികമായി പെരുമ്പാമ്പും ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന ഒരു മേഖല തന്നെയാണ്. എന്നാലും വനപാലകരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ആളുകൾ അല്പം ഭയത്തിലാണ്. അവർ പറയുന്നത് ഇത്തരത്തിൽ വന്യമൃഗങ്ങളും അതുപോലെ തന്നെ പാമ്പും ഒക്കെ സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെ പിടിക്കുന്ന പെരുമ്പാമ്പുകളെ ഈ വനപാലകർ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ കൊണ്ടുപോയി വിടുന്നു. അതിനെ കൃത്യമായ രീതിയിൽ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയി വിടുന്നില്ല. അത് പെരുമ്പാമ്പായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വന്യജീവികളായിക്കോട്ടെ, പിടികൂടുന്ന വന്യജീവികളെ പൂർണ്ണമായി ആ ജനവാസ മേഖലയോട് അടുത്ത പ്രദേശത്ത് കൊണ്ടുപോയി വിട്ട് പണി തീർത്ത് പോകുന്നു വനംവകുപ്പ് എന്നൊരു പരാതി നാട്ടുകാർക്കുണ്ട്. എന്തായാലും വനപാലകർ അല്പസമയത്തിനകം തന്നെ എത്തും. ഈ പെരുമ്പാമ്പിനെ ഉടൻ തന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കോഴി ആ വീട്ടുകാർക്ക് നഷ്ടമായിട്ടുണ്ട്. ആ കോഴിയെ വിഴുങ്ങി ആ പെരുമ്പാമ്പ് ആ കോഴിക്കൂട്ടിൽ ഇപ്പോഴും അങ്ങനെ തന്നെ കിടപ്പാണ്. താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ.